ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8:20. അങ്ങനെ ടൈഗൺ മേടിച്ചിട്ടുള്ള ആദ്യത്തെ യാത്രയാണിത്. ആദ്യത്തെ ലോങ് ഡ്രൈവ്. ജയ്പൂരാണ് ലക്ഷ്യം. ഇപ്പോൾ മണി 10 ഇതുവരെ 33 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഭയങ്കര ട്രാഫിക്കും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. റിയൽ ടൈം മൈലേജ് കാണിക്കുന്നത് 10 കിലോമീറ്റർ. സമയം 10:30. അങ്ങനെ ഗുഡ്ഗാവിലെ ട്രാഫിക് എല്ലാം വിട്ട് രാജീവ് ചൗക്കിൽ നിന്ന് നേരെ മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇപ്പം ഇതുവരെ സിറ്റിക്കകത്ത് 10 കിലോമീറ്റർ ആയിരുന്നു ഫ്യൂവൽ എക്കോണമി കാണിച്ചോണ്ടിരുന്നത്. ഇപ്പം എന്തായാലും മൈലേജ് കൂടിയിട്ടുണ്ട്. ഇപ്പം 15 കാണിക്കുന്നത്. വണ്ടി നല്ല സ്മൂത്താണ്. ടർബോ എഞ്ചിനാണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചവിട്ടി കയറും. ഓടിച്ചു പോകാൻ നല്ല സുഖമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം അടിപൊളി. സസ്പെൻഷൻ സെറ്റപ്പും വളരെ നല്ലതാണ്. സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്റ്റിഫ് അല്ലാതാനും എന്നാൽ കൺട്രോൾ കിട്ടേണ്ടടുത്തെല്ലാം നല്ല കൺട്രോൾ ഉണ്ട് താനും. റിയലി നൈസ് കാർ. അങ്ങനെ ഈ ദിവസത്തെ ആദ്യത്തെ ടോൾ ബൂത്ത് അടുത്തിരിക്കുകയാണ്. വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ഓൾട്ടോ ഓടിച്ചിട്ട് ഓൾട്ടോ എന്നാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ടൈഗണിലേക്ക്. നല്ല വ്യത്യാസം അറിയാണ്ട്. ഇതിൽ യാത്രാ ക്ഷീണമൊന്നും തോന്നുന്നില്ല. ചുമ്മാ ഓടിച്ചു പോകും. ഇറ്റ്സ് എ ബിഗ് കാർ, നോ ഡൗട്ട്. ഓൾട്ടോ ആയിട്ട് ഒരു കമ്പാരിസണും ഇല്ല. അങ്ങനെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 10:45. 1 ലിറ്റർ TSI എഞ്ചിനാണ് വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ. പക്ഷെ വളരെ സ്മൂത്താണ്. 1 ലിറ്റർ ആണെന്നുള്ള ഒരു ചെറിയ പവർ ലാഗ് ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ഓവറോൾ നല്ല സ്മൂത്താണ്. വൈബ്രേഷൻ ഒന്നും അറിയത്തൊന്നുമില്ല. എഞ്ചിൻ ഇസ് റിയലി ഗുഡ്. 120 ഓടിപ്പോകുന്നത്. പക്ഷെ ഒന്നും അറിയുന്നില്ല. വളരെ സ്റ്റേഡിയാണ്. 120 എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 60-80 പോകുന്നതൊക്കെ തോന്നുന്നു. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഭയങ്കര അടിപൊളിയാണ്. നോ ഡൗട്ട് വോക്സ്വാഗൺ എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസം ഉള്ളവർക്ക് പറ്റിയ സാധനമാണ്. ഇപ്പം അത് മനസ്സിലാവുന്നുണ്ട് ശരിക്കും എന്തുകൊണ്ട് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വോക്സ്വാഗൺ സ്കോഡയൊക്കെ സെലക്ട് ചെയ്യുന്നുള്ളതിന് കാരണം. ഇതാണ് ടൈഗണിൻ്റെ ഇൻറ്റീരിയർ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ലെഗ് സ്പേസും അണ്ടർ തൈ സപ്പോർട്ടൊക്കെ കാര്യമായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. മാനുവൽ മോഡലിൽ തന്നെ പുറകിൽ AC റിയർ വെൻ്റൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് മോഡലിനകത്ത് ഇവിടെ താഴെ USB പോർട്ടൊക്കെ ഉണ്ട്. മാനുവൽ ഇത് ബേസ് മോഡലായതുകൊണ്ട് അതിനകത്ത് അതൊന്നുമില്ല. Overall, it's a really nice family car. സ്പേസ് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ലോട്ട് ഓഫ് സ്പേസ്. ബേസിക്കലി ഇറ്റ്സ് എ 4+1 സീറ്റിംഗ് ഇതാണ്. ഫ്രണ്ടിൽ 2 പേര്, പുറകിലും 2 പേർക്കാണ് ആക്ച്വലി. ഈ നടുക്കത്തെ ഈ സീറ്റ് ഒരാൾക്ക് കഷ്ടിച്ച് ഇരിക്കാന്നുള്ളതേ ഉള്ളൂ. ബേസിക്കലി ഇറ്റ്സ് എ 4 സീറ്റർ. ഹൈറ്റ് ഒക്കെ നല്ലതാണ്. ഞാൻ 6 feet tall. ഹൈറ്റ് അതൊന്നും ഒരു പ്രശ്നമല്ല. ഓവറോൾ ദ ഇൻറ്റീരിയർ ഇസ് സൂപ്പർ. എനിക്ക് ശരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു. ബേസ് മോഡലിൽ തന്നെ റിയർ പാസഞ്ചർ സീറ്റിൽ ഹെഡ് റെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3ഉം അഡ്ജസ്റ്റബിൾ ആണ്. ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലീസിങ് ഇൻറ്റീരിയർ ആണ്.
ഇത് ഓൺ റോഡ് എനിക്ക് 11,80,000 റുപ്പീസായി. ബേസ് മോഡൽ ഞാൻ എക്സ്ട്രാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈൻ വേരിയൻറ്റിൻ്റെ അലോയ്സ് ഇട്ടു. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്തായിരുന്നു. famous Ajmeri gate. Jaipur, pink city. പക്ഷെ എല്ലാം സാഫ്രൻ കളറിലാണ്. അങ്ങനെ നാഗഡ് ഫോർട്ട് ജയ്പൂർ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോക്സ്വാഗൻ ടൈഗർ. സമയം 5:30. അങ്ങനെ നാഗഡ് ഫോർട്ട് കോംപ്ലക്സിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ വളരെ മനോഹരമാണ്. അങ്ങനെ സൺസെറ്റ് വ്യൂവിനായിട്ട് നാഗഡ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അഡൾട്ട്സിന് 56 രൂപയാണ് ടിക്കറ്റ്. 50 രൂപ പാർക്കിംഗ് ചാർജസും ഉണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റി മുഴുവൻ കാണാം. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:30. ഇതൊരു മെഡീവിയൽ കാലഘട്ടത്തിലെ സ്റ്റെപ്പ് വെല്ലാണ്. റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അവരുണ്ടാക്കിയതാണ്. ലൊക്കേഷൻ നാഗഡ് ഫോർട്ട് ജയ്പൂർ. ഇപ്പോൾ സമയം 5:45. പണ്ടത്തെ മഴവെള്ള സംഭരണിയാണ് ഈ കാണുന്നത്, ടങ്ക. ഇതിപ്പോൾ എല്ലാം മൂടിയേക്കുക. ഇതാണ് നാഗഡ് ഫോർട്ട്. Okay, way to terrace. Oh my. നാഗഡ് ഫോർട്ടിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണിയായി. സൂപ്പർ. ഇതാണ് ജയ്പൂർ സിറ്റി സീൻ ഫ്രം നാഗഡ് ഫോർട്ട്. ഇപ്പോൾ സമയം 7:20. ലെഫ്റ്റിൽ കാണുന്നത് മോഡേൺ രാജസ്ഥാൻ. റൈറ്റിൽ കാണുന്ന ഈ കോട്ടയെന്ന് പറയുന്നത് മെഡീവിയൽ സമയത്തെ രാജസ്ഥാൻ. ഇപ്പോൾ ഹാത്തി ഗാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ജയ്പൂരിൽ. ഇതൊരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്.
അയ്യോ, ഒരു പഴം കൂടെ കൊടു. അയ്യോ, കോളടിച്ചല്ലോ. आपने किसी से बात की है बेटा? उसे सवाल नहीं खाते हैं। हाँ बोलो। മണി 12:30. അങ്ങനെ ജയ്പൂരിൽ നിന്ന് തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ്. നല്ല ചൂടാ വെളിയിൽ. ഇപ്പോൾ ഒരു ടണൽ അപ്രോച്ച് ചെയ്യാണ്. പാറയെല്ലാം നല്ല കട്ടപ്പാറ, ആരാവലി ഹിൽസ്. പാറയെല്ലാം വെട്ടി തുരന്ന് ടണലൊക്കെ ഉണ്ടാക്കി വെക്കുക. സ്റ്റിയറിൽ നിന്ന് കയ്യങ്ങെടുത്തു. വണ്ടി നേരെ തന്നെ പോകുന്നത്, ചലിക്കത്തില്ല. ഇതിൻ്റെ സ്റ്റെബിലിറ്റി സൂപ്പറാണ് ഈ കാറിൻ്റെ. സസ്പെൻഷൻസ് നല്ല സ്റ്റിഫാണ്, പക്ഷേ നമുക്കത് യാത്രയിൽ വലിയ സീനൊന്നുമില്ല. വെളിയിൽ നല്ല ചൂടാണ്, എക്സ്ട്രീംലി ഹോട്ട്. ഇതാണ് നമ്മുടെ ടൈഗൺ വണ്ടി. ഒരു രക്ഷയില്ല, അടിപൊളി. നല്ല കംഫർട്ടാണ് ഓടിച്ചു പോകാൻ, ഒരു കുഴപ്പമില്ല. 1 ലിറ്റർ എഞ്ചിനാണ്, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ 1 ലിറ്റർ ഇസ് മോർ ദാൻ ഇനഫ്. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നതും എഞ്ചിനീയർ ചെയ്തേക്കുന്നതും. ഓവറോൾ ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ഡിസിഷൻ.